ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവന് പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചം എന്നല്ലേ പറയുന്നത്. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. വീഞ്ഞ് കുടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് യേശു എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരരുത്. ഒരു ഉപമ പറഞ്ഞത് പൂർണ്ണമാക്കുവാൻ വേണ്ടി യേശു പറയുന്ന ഒരു പഴഞ്ചൊല്ലായി മാത്രം ഈ വചനത്തെ നമുക്ക് കാണാം. എന്താണ് ആ വാക്യം? പഴയ വീഞ്ഞു കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല എന്ന കാര്യം. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ? വീഞ്ഞ് ഇരിക്കും തോറും അതിൻ്റെ രുചിയും വീര്യവും കൂടുന്നതായിരിക്കാം പഴയതാണ് മെച്ചം എന്ന് പറയുവാൻ സംഗതിയാകുന്നത്. ഈ ഒരു തിരുവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വചനമാണ്. സമാന്തര സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലോ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലോ കാണാത്ത ഒരു വചനം യേശു പറയുന്നതായി വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 കാര്യങ്ങളായിരിക്കാം യേശു ഈ വചനത്തിലൂടെ അന്ന് അവിടെ കൂടി വന്നവരോടും ഇന്ന് നമ്മൾ ഓരോരുത്തരോടും സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായി, യേശു സ്ഥാപിക്കാൻ ആഗ്രഹിച്ച രാജ്യത്തിൽ പരസ്പരം ക്ഷമിച്ച് അകമഴിഞ്ഞ് സ്നേഹിക്കണം എന്ന ഒരു പുതിയ ഉടമ്പടി അംഗീകരിക്കുവാനുള്ള അന്നത്തെ യഹൂദന്മാർക്കും ഇന്ന് നമ്മളിൽ കുറച്ചെങ്കിലും പേർക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട്. രണ്ടാമതായി, സ്വന്തം ജീവിത രീതിയിൽ നിന്നും, അതും അറിഞ്ഞും അറിയാതെയും പാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിൽ നമ്മൾ നേരിടുന്ന നമ്മുടെ അഹത്തിൻ്റെ ഒരു ആന്തരിക പ്രതിരോധം. മൂന്നാമതായി, ഹൃദയത്തിൻ്റെ പൊതുവായ ഷാഠ്യം. ഇങ്ങനെ പഴയതിൽ തുടരുവാൻ ആഗ്രഹിക്കുന്ന പുതിയതിനെ, പോസിറ്റീവ് ചേഞ്ചസിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഹൃദയങ്ങളുടെ ഉടമകളായി നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് തീർക്കുന്നവരാണോ? അങ്ങനെയുള്ള നാം ഓരോരുത്തർക്കും പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, വിലപിക്കുന്നതിന് പകരം ആഘോഷിക്കുന്ന, ശാബത്ത് ദിവസത്തിനെ ദോഷകരമായ നിയന്ത്രണങ്ങൾ നിറഞ്ഞ ഒരു ഭാരപ്പെടുന്ന ദിവസമായിട്ടല്ല, മറിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി കണക്കാക്കുന്ന നസറായനിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും നമുക്ക് സമർപ്പിക്കാം. അവൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷമാകുന്ന പുതിയ വീഞ്ഞ് നമുക്ക് ആവോളം നുകരാം. ആ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് പഴയ വീഞ്ഞിനേക്കാൾ പുതിയതാണ് മെച്ചം എന്ന് കാനാവിലെ കല്യാണത്തിന് വന്ന വിരുന്നുകാരെപ്പോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.